മണ്ണാർക്കാട് പാലക്കയത്ത് കടുവയുടെ നഖങ്ങളും പുലിയുടെ പല്ലുകളും വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിൽ 3 പ്രതികളെ കൂടി വനംവകുപ്പ് പിടികൂടി. കേസിൽ ഉൾപ്പെട്ട കടുവയുടെ നഖത്തിന്റെ ഉറവിടങ്ങളും വനംവകുപ്പ് കണ്ടെത്തി. പാലക്കയം സ്വദേശികളായ ജോസ്, വിനോദ്, ബിജു എന്നിവരാണ് കേസിൽ പിടിയിലായത്. പ്രതികളുമായി ശിർവാണി വനത്തിൽ തെളിവെടുപ്പ് നടത്തി. സംഘത്തിൽ ഉൾപ്പെട്ടതും ഒളിവിലുള്ളതുമായ മറ്റ് പ്രതികൾക്കായി കേരളത്തിനകത്തും പുറത്തുമായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരവ് വാക്കോടൻ ഭാഗത്ത് വെച്ച് കടുവയുടെ നഖങ്ങളും പുലിയുടെ പല്ലുകളും വിൽപ്പന നടത്താൻ ശ്രമിക്കവേ പിടികൂടിയ കേസിന്റെ ഉറവിടം ശിർവാണി ഡാം കേന്ദ്രീകരിച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കടുവ വേട്ടയിൽ നിന്ന് ലഭിച്ചതാണെന്ന് അന്വേഷണത്തിൽ ബോധ്യമായതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ സുബൈർ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. സെഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ എസ് ലക്ഷ്മിദാസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ രമേശ്, പി വി അനീഷ, എ വിനോദ് കുമാർ, ഡ്രൈവർ ടി വിജീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ ഉൾപ്പെട്ട വാക്കോടൻ സ്വദേശികളായ സുരേന്ദ്രൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്തർ സംസ്ഥാന വന്യജീവി വിപണനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികളെ കണ്ടെത്തുന്നതിന് മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അബ്ദുൾ ലത്തീഫ് സിയുടെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുബൈർ എൻ, അഗളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുമേർ സി എന്നിവരടങ്ങുന്ന 8 അംഗ സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു.